കൂടി ബി ജെ പിയുടെ ഈ വളർച്ചയെ അല്ലെങ്കിൽ വളർച്ച നീ പൂർണ്ണമായി പറഞ്ഞില്ല. കാരണം അന്തിമ ഡേറ്റ തലസ്ഥാനത്ത് അവർക്ക് ഒരു ഭരണസമിതി ഉണ്ടാക്കാൻ ഇപ്പൊ പറ്റും. എന്നാൽ അത് പന്തളത്തൊക്കെ അവർക്ക് അവരുടെ കയ്യിലുള്ള നഗരസഭ പോവുകയും ചെയ്തു. ബി ജെ പി ഇങ്ങനെ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ അവരുടെ മാർക്ക് വരയ്ക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്ക എന്തുമാത്രമാണ് കോൺഗ്രസിന്? അത് ശ്രദ്ധിക്കേണ്ട കേസ് തന്നെയാണ്. ശ്രദ്ധിക്കേണ്ടതും വിലയിരുത്തേണ്ടതും ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. ആ നിലയിൽ തന്നെ അതിനെ കാണും. താങ്ക് യു ശ്രീ സണ്ണി ജോസഫ് ഈ സമയത്ത് ഞങ്ങളോടൊപ്പം സമയം ചെലവിട്ടതിന്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് സമാന മനസ്കരായിട്ടുള്ള UDF-ഉമായി ചേർന്നു പോകാൻ കഴിയുന്ന ആളുകളെ സ്വീകരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല എന്നാണ്. ഇന്ന് പരാജയത്തിന് ശേഷം സംസാരിക്കവേ, തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം സംസാരിക്കവേ ജോസ് കെ മാണി പറഞ്ഞത് എല്ലാവർക്കും അഭിനന്ദനം, LDF-കാർക്കും അഭിനന്ദനം, UDF-നും അഭിനന്ദനം, NDA-ക്കും അഭിനന്ദനം. ആരെയും അഭിനന്ദിക്കാൻ അദ്ദേഹത്തിന് മടിയില്ല, ആരോടൊപ്പവും സ്നേഹം പങ്കിടാൻ അദ്ദേഹത്തിന് മടിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ പരാജയം ശരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ ദിശാസൂചികയാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ? അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. ജോസഫ് സാർ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ പല ഘടകങ്ങൾ അതിനകത്തുണ്ട്.